ഇന്ന് നമ്മൾ എംബഡഡ് ലാബിൽ കാണാൻ പോകുന്നത് ഒരു LCD ഡിസ്പ്ലേ, ഒരു ക്യാരക്ടർ LCD ഡിസ്പ്ലേ നമുക്ക് എങ്ങനെ അറ്റ്മേഗ 32 മൈക്രോ കൺട്രോളറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രം വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രോട്ടീസ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ആദ്യം അറ്റ്മേഗ 32 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ അറ്റ്മേഗ 32 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇത് വേണ്ടത് LCD ഡിസ്പ്ലേ ആണ്. നമുക്കിവിടെ LCD ഡിസ്പ്ലേ സെർച്ച് ചെയ്യാം. LCD 16:2 ആൽഫ ന്യൂമറിക് LM016L ഡിസ്പ്ലേ 16:2 ആൽഫ ന്യൂമറിക് LCD ആണ് ക്യാരക്ടർ LCD എന്ന് പറയുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ നമുക്ക് ഒരു ക്യാരക്ടർ LCD ഡിസ്പ്ലേ വന്നത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പിന്നുകളുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇതിന് VSS, VDD, VE എന്നിങ്ങനെ 3 പിന്നുകളുണ്ട്. ഇതിൽ VSS എന്ന് പറയുന്ന പിന്നിലേക്ക് ഗ്രൗണ്ട് പിന്നാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ഗ്രൗണ്ട് പിൻ നമ്മളങ്ങ് കൊടുക്കാം. ഇവിടെ ഒരു ഗ്രൗണ്ട് പിൻ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇങ്ങനെ ഗ്രൗണ്ട് പിന്ന് നമ്മളിവിടെ കണക്ട് ചെയ്തു. പിന്നെ VDD എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കേണ്ടതാണ്. VE എന്ന് പറയുന്നത് ഈ LCD ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് സാധാരണ ഉപയോഗിക്കുന്നത് ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സിമുലേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് നേരെ 5 വോൾട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 പിന്നും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഞാനത് ഒരു 5 വോൾട്ട് പവർ എന്ന് പറയുന്ന ഈ പിന്നിലേക്ക് നേരിട്ട് കൊണ്ടുപോയി അങ്ങ് കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു സെറ്റപ്പ് ധാരാളം മതിയാവും. ഇനി നമുക്ക് ഇവിടെ RS, RWE പിന്നെ D0 മുതൽ D7 വരെയുള്ള പിന്നുകളുണ്ട്. നമുക്കിത് ലേബൽസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇവയൊക്കെ മൈക്രോ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യേണ്ടവയാണ്. ഇവയൊക്കെ നമുക്ക് ലേബൽസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഒരു വയർ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം വയറുകൾ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ വയറുകളെല്ലാം കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിനൊക്കെ വയർ ലേബൽസ് കൊടുക്കാം. ലേബൽസ് കൊടുക്കുന്നതിന് ഇവിടെ ലേബൽ എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ വയർ ലേബൽ മോഡ്, ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, RS എന്ന് കൊടുക്കുന്നു. ഇതിന് RW എന്ന് കൊടുക്കുന്നു. ഇവിടെ എനേബിൾ പിന്നിൻ്റെ E എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. D0, D1, D2, D3, ഒരു അപ്പോസ്ട്രോഫി D3 എന്ന് കൊടുക്കുന്നു. പിന്നെ D4 കൊടുക്കുന്നു. D5, D6, D7. അപ്പം ഇതിൽ നമുക്ക് RS, RWE ഈ 3 പിന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ LCD ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യുന്നത്. ഈ LCD ഡിസ്പ്ലേയിലേക്ക് ഡാറ്റയും കമാൻഡുകളും കൊടുക്കുന്നത് ഈ D0 മുതൽ D7 വരെയുള്ള പിന്നുകളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ RS എന്ന് പറയുന്ന ഈ പിന്നെന്ന് പറയുന്നത് രജിസ്റ്റർ സെലക്ട് എന്നുള്ളതാണ്. ഇതിനുള്ളിലൊരു ബഫർ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ RS എന്ന് പറയുന്ന പിന്നിൻ്റെ ഉദ്ദേശം. ഈ RS പിന്ന് 0 ആണ് ഈ RS പിന്നിലേക്ക് കൊടുക്കുന്നത് എങ്കിൽ കമാൻഡ് രജിസ്റ്റർ ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടുക. കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ D0 മുതൽ D7 വരെ പിന്നുകളിൽ കൊടുക്കുന്ന കോഡ് കമാൻഡായിട്ടായിരിക്കും പരിഗണിക്കുക. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കമാൻഡ് കോഡായിട്ടായിരിക്കും അത് പരിഗണിക്കുക. കൂടാതെ ഇവിടെ 1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ
ഈ D0 മുതൽ D7 വരെയുള്ള പിന്നുകളിൽ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ആ 8 ബിറ്റ് എന്ന് പറയുന്നത് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഒരു ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റയായിട്ടായിരിക്കും പരിഗണിക്കുക. ഓക്കെ, RW എന്ന് പറയുന്ന പിന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിനുള്ളിൽ രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ രജിസ്റ്ററിനെ നമുക്ക് റീഡ് ചെയ്യുകയും ചെയ്യാം, റൈറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ കമാൻഡാണ് കൊടുക്കുന്നതെങ്കിൽ ആ കമാൻഡ് നമ്മൾ ഈ LCDക്ക് ഉള്ളിലേക്ക് റൈറ്റ് ചെയ്താണ് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ഡാറ്റയാണ് ഇവിടെ കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ എന്ത് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഡിസ്പ്ലേ ചെയ്യേണ്ട ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൂടാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ രജിസ്റ്ററിലുള്ള വാല്യൂ എന്താണ് എന്ന് ഈ പിന്നുകൾ ഉപയോഗിച്ച് നമുക്ക് റീഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് സെലക്ട് ചെയ്യുന്നത് ഈ RW പിന്നിലെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാനും 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ പിന്നെ എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്, എനേബിൾ പിൻ. ഈ എനേബിൾ പിൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ LCD എനേബിൾ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ D0 മുതൽ D7 വരെയുള്ള പിന്നിൽ ഇപ്പം ഡാറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എനേബിൾ പിന്നിനെ നമ്മൾ ടോഗിൾ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എനേബിൾ പിന്നിനെ കുറച്ച് നേരം ഹൈ ആക്കി നിർത്തുക, പിന്നീട് കുറച്ച് നേരം ലോ വാല്യൂവിലേക്ക് എത്തിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ വരുന്ന കമാൻഡ് ആണെങ്കിലും ഡാറ്റയാണെങ്കിലും ഈ LCDക്ക് ഉള്ളിലെ ബഫർ രജിസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട്, ഇതിപ്പം കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, പക്ഷേ ഈ ഒരു ഐഡിയ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. ശേഷം നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ D0 മുതൽ D7 വരെയുള്ള പിന്നുകൾ 8 പിന്നുകളുണ്ട് എന്ന് പറഞ്ഞു. ഈ 8 പിന്നുകളിലേക്കാണ് നമ്മൾ ഡാറ്റയോ കമാൻഡ് കോഡുകളോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ പോർട്ട് C ഉപയോഗിക്കാം. ഈ പോർട്ട് Cയിൽ 8 പിന്നുകളാണുള്ളത്. ഈ 8 പിന്നും നമുക്ക് ഈ D0 മുതൽ D7 വരെയുള്ള പിന്നുകളിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അത് വയർ ലേബൽ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു വയർ വരയ്ക്കുന്നു, എല്ലാ പിന്നുകളിലും വയർ ലേബൽസ് കൊടുക്കുന്നു. ഇവിടെ PC0 എന്ന് പറയുന്ന ഈ പിന്നിലേക്ക് നമുക്ക് D0 കൊടുക്കാം. ഇപ്പോൾ D0 ഓൾറെഡി ഡിഫൈൻഡ് ആയതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിവിടെ കാണും. ഇവിടെ D0 സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതുപോലെ ഇവിടെ D1 കൊടുക്കുന്നു, ഇതിന് D2 കൊടുക്കാം, D3, D4, D5, D6, D7. ഓക്കെ, അത്രയും കൊടുത്തു. ഇനി നമുക്ക് PD0 മുതൽ PD2, PD0, PD1, PD2 ഈ പിന്നുകളിലേക്ക് നമുക്ക് RS, RW, ഈ പിന്നുകളും കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം RS കൊടുക്കാം. RS ഇതിലേക്ക് RW കൊടുക്കാം, ഇതിലേക്ക് എന്ന് പറയുന്ന പിന്നും കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് സർക്യൂട്ട്, ഇതുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യിക്കുന്നതിനുള്ള ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ സർക്യൂട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. നമുക്കിതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്യാം. അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നതിന് ഞാൻ Atmel Studio 7 ഓപ്പൺ ചെയ്യുന്നു, പുതിയ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നു, എക്സിക്യൂട്ടബിൾ പ്രൊജക്റ്റ്, GCC എക്സിക്യൂട്ടബിൾ പ്രൊജക്റ്റ് ആരംഭിക്കുന്നു. ഇവിടെ നമുക്ക് ആ പ്രൊജക്റ്റിന് പേര് കൊടുക്കാം, LCD ഡിസ്പ്ലേ ഇൻ്റർഫേസിംഗ്. എന്ന പേര് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ Atmega 32 സെലക്ട് ചെയ്യുന്നു. ഈ Atmega 32 സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള വിൻഡോയൊക്കെ ഓപ്പൺ ആയിട്ട് വന്നു.
അപ്പം നമുക്ക് ഏത് പ്രോഗ്രാമും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് എത്ര ഫ്രീക്വൻസിയുടേതാണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് ടൈപ്പ് ചെയ്യാം. ഹാഷ് ഡിഫൈൻ എഫ് സി പി യു, എഫ് അണ്ടർസ്കോർ സി പി യു എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എഫ് സി പി യു ഉപയോഗിക്കുന്നത്. അപ്പോൾ 16 മെഗാഹെർട്സിൻ്റെ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിക്കാം. 16 കഴിഞ്ഞ് 60. ഇതിന് ശേഷം ഒരു യു എൽ എന്നും കൂടെ കൊടുത്തിരിക്കണം. അത് അൺസൈൻഡ് ലോങ് എന്ന് പറയുന്ന ഒരു ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അൺസൈൻഡ് ലോങ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിലേ പ്രോഗ്രാമും കൂടെ നമുക്ക് വിളിക്കേണ്ടി വരും. അപ്പോൾ അതും നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഹാഷ് ഇൻക്ലൂഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഇതിൻ്റെ അന്ന് യൂട്ടിൽ സാഷ് ഡിലേ ഡോട്ട് ടച്ച് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിവിടെ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ടിനനുസരിച്ച് ഇപ്പം സർക്യൂട്ടിൽ ഇവിടെ പോർട്ട് സിയിലേക്കാണ് നമ്മൾ എൽ സി ഡിയുടെ ഈ പിന്നുകളെല്ലാം കൊടുക്കുന്നത്. അപ്പം എൽ സി ഡിയുടെ ഡാറ്റ പിന്നുകൾ എന്ന് നമുക്കിതിനെ വിളിക്കാം. ആ എൽ സി ഡിയുടെ ഡാറ്റ പിന്നുകളെല്ലാം കൊടുക്കുന്നത് പോർട്ട് സിയിലേക്കാണ്, D0 മുതൽ D7 വരെയുള്ള പിന്നുകൾ. അതാദ്യം നമുക്കവിടെ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പം നമുക്കത് ഇങ്ങനെ എഴുതാം. എൽ സി ഡി ഹാഷ് ഡിഫൈൻ എൽ സി ഡി അണ്ടർസ്കോർ ഡാറ്റ അണ്ടർസ്കോർ പോർട്ട്. അപ്പോൾ എൽ സി ഡി ഡാറ്റ പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ പോർട്ട് സി ആണ്. പോർട്ട് സി അത് നമ്മളിവിടെ എഴുതി കൊടുത്തു. എന്ന് പറഞ്ഞാൽ പോർട്ട് സിയിലേക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൽ സി ഡി ഡാറ്റ പോർട്ടിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോർട്ട് സിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പോർട്ട് സിയിലേക്ക് കൊടുക്കുന്നതിന് പകരം എൽ സി ഡി ഡാറ്റ പോർട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, ഇങ്ങനെ എഴുതിയാൽ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ RS പിന്നും RW പിന്നും ഈ എനേബിൾ പിന്നും കൊടുത്തിരിക്കുന്ന അതും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ഹാഷ് ഡിഫൈൻ എൽ സി ഡി അണ്ടർസ്കോർ RS അണ്ടർസ്കോർ പിൻ. അത് ഏത് പിന്നിലേക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്? PD0 എന്ന് പറയുന്ന പിന്നിലേക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഹാഷ് ഡിഫൈൻ എൽ സി ഡി അണ്ടർസ്കോർ RW പിൻ. അത് PD1 എന്ന് പറയുന്ന പിന്നിലേക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്. അണ്ടർസ്കോർ ഇ അണ്ടർസ്കോർ പിൻ. ഇത് കൊടുത്തിരുന്നത് ഏത് പിന്നിലേക്കാണ്? PD2 എന്ന് പറയുന്ന പിന്നിലേക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ സർക്യൂട്ടിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ മാക്രോസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പോൾ നമുക്കത് പ്രോഗ്രാം ചെയ്യുമ്പോൾ എളുപ്പം കിട്ടും. ഇനി RS പിന്നിനെ സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ PD0 എന്ന് പറയുന്ന ആ പിന്നിൻ്റെ കാര്യം പിന്നെ ഓർക്കേണ്ടതില്ല. നമ്മൾ RS പിൻ എൽ സി ഡി RS പിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് സെറ്റാവും. ഓക്കെ. ഇനി ഈ പിന്നുകളെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ നമുക്കവിടെ ഡിഫൈൻ ചെയ്ത് വെക്കാം. കാരണം ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണല്ലോ ഒരു പിന്ന് ഇൻപുട്ട് ആക്കണോ ഔട്ട്പുട്ട് ആക്കണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട DDR രജിസ്റ്റേഴ്സും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ. അപ്പം അതിനാദ്യം നമുക്ക് എൽ സി ഡി ഡാറ്റയുമായി ബന്ധപ്പെട്ട DDR രജിസ്റ്റർ എന്ന അർത്ഥത്തിൽ എൽ സി ഡി അണ്ടർസ്കോർ ഡാറ്റ അണ്ടർസ്കോർ DDR. അതെന്ന് പറഞ്ഞാൽ ഏതാണ്? അത് DDR-C ആണ്. DDR-C കാരണം പോർട്ട് സിയിലേക്കാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ DDR-C ആണ്. ഓക്കെ. ഇനി എൽ സി ഡി ഹാഷ് ഡിഫൈൻ എൽ സി ഡി RS പിന്നുമായി ബന്ധപ്പെട്ട DDR നമുക്ക് കൊടുക്കാം. അണ്ടർസ്കോർ RS അണ്ടർസ്കോർ പിൻ അണ്ടർസ്കോർ DDR. അതുമായി ബന്ധപ്പെട്ട DDR രജിസ്റ്റർ ചെയ്തതാണ്. അത് DDRD. ഓക്കെ. ഇനി വേണ്ടത് RW പിന്നുമുണ്ട്, എനേബിൾ പിന്നുമുണ്ട്. നമുക്ക് ഈ ഒരു ഇത് തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കാം. കൺട്രോൾ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കൺട്രോൾ V അടിച്ച് ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഇനി RW എന്നങ്ങ് ആക്കിയാൽ മതി. അപ്പം നമുക്ക് ആ ഒരു യൂണിഫോം നെയിം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ
എന്നും ആക്കുന്നു. അപ്പോൾ RS പിൻ DDR ആണ്, RW പിൻ DDR എന്ന് പറയുന്നത് DDRD ആണ്, LCDE പിൻ DDR എന്ന് പറയുന്നത് DDRD ആണ്. അപ്പോൾ ആ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റേഴ്സ് മുഴുവൻ നമ്മളിവിടെ ഏതാണെന്നുള്ളത് നമ്മളിവിടെ തിരഞ്ഞെടുത്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് ഇപ്പം നമുക്ക് ഈ പിന്നിനെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം RS പിൻ എന്ന് പറയുന്നത് ഇവിടെ പിന്ന് മാത്രമാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. LCD RS പിൻ PD0 ഈ പിന്നിൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോർട്ട് രജിസ്റ്ററുകളും കൂടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ബിറ്റിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോർട്ടുകളും നമുക്ക് ഏതാണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ കൊടുക്കാം, #define LCD _RS പിൻ RS പിന്നുമായി ബന്ധപ്പെട്ട പോർട്ട്. ഓക്കെ, ആ പോർട്ട് ഏതാണ്? അത് DDRC എന്ന് പറയുന്ന പോർട്ടാണ് ഈ RS പിന്നുമായി ബന്ധപ്പെട്ട പോർട്ട്. അപ്പോൾ നമ്മളപ്പം പ്രോഗ്രാം ചെയ്യുമ്പം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ PD0 എന്ന് പറയുന്ന ഈ പിന്നിനെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. LCD RS പിൻ പോർട്ട് എന്ന് പറയുന്ന രജിസ്റ്ററിലെ LCD RS പിൻ എന്ന് പറയുന്ന പിന്ന് നമ്മൾ അങ്ങ് സെറ്റാക്കിയാൽ മതി. ആ രീതിയിൽ നമുക്ക് അവിടെ ഇപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്കിത് കോപ്പി ചെയ്തെടുക്കാം. ഇത് ഐഡൻറ്റിറ്റിക്കലാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ RS പിൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമുക്ക് രണ്ടാമത്തെ RW പിൻ എന്നാക്കാം. ഇവിടെ നമുക്ക് എനേബിൾ പിന്നും നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പം RS RWE അത് ആ പിന്നുമായി ബന്ധപ്പെട്ട പോർട്ട് രജിസ്റ്റർ ഏതാണ് എന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്തു. അപ്പം നമ്മളിവിടെ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ, പോർട്ട് രജിസ്റ്റർ ഇവയൊക്കെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റ് ബിറ്റ്, ക്ലിയർ ബിറ്റ്, അങ്ങനെ 2 ഫംഗ്ഷൻസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാം. നമ്മൾ ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ ഒരു തവണ മാത്രം ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചാൽ മതിയല്ലോ, പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് എളുപ്പം കിട്ടുന്നതിന് വേണ്ടി ഡിഫൈൻ ചെയ്ത് വെക്കാം. അത് എങ്ങനെയാണ് കൊടുക്കുക? #define. ഇപ്പോൾ ആദ്യം സെറ്റ് ബിറ്റ്, സെറ്റ് _ബിറ്റ് ബ്രാക്കറ്റിൽ ഫസ്റ്റ് രജിസ്റ്ററിൻ്റെ പേര് കൊടുക്കാം, കോമ, പിന്നെ പിന്നിൻ്റെ ബിറ്റ് ഏതാണ്, അതിൻ്റെ ബിറ്റെന്ന് കൊടുത്താൽ മതി, ഏത് ബിറ്റാണെന്നുള്ളത്. ഓക്കെ, അല്ലെ പിന്നിൻ്റെ പേര് അല്ലെങ്കിൽ ബിറ്റ്, അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പം ഇത് സെറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ കോഡ് എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ അത് == എന്ന് പറയുന്ന ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് രജിസ്റ്റർ =1 ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ്, ഏത് ബിറ്റാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ബിറ്റിൻ്റെ പേര് ഇവിടെ വരണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു രജിസ്റ്റർ =1 ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പം പോർട്ട് C, ഇവിടെ PC0 എന്ന് കൊടുത്താൽ PC0 എന്ന് പറയുന്ന ബിറ്റ്, പോർട്ട് സിയിലെ PC0 എന്ന് പറയുന്ന ബിറ്റ് ഇവിടെ സെറ്റ് ആവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ സെറ്റ് ബിറ്റ് എന്ന് എഴുതിയാൽ മതി, അല്ലാതെ ഇങ്ങനെ == എന്ന് പറയുന്ന ഓപ്പറേഷൻ അവിടെ നമുക്ക് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഇതും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാം. അതിന് ക്ലിയർ ബിറ്റ് _ബിറ്റ്, മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രജിസ്റ്റർ കോമ ബിറ്റ്. ഇവിടെ രജിസ്റ്റർ == കോംപ്ലിമെന്റ് ഓഫ് എന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടത്. == കോംപ്ലിമെന്റ് ഓഫ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ക്ലിയർ ബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ LCDയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കമാൻഡുകൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ LCDയുമായി ബന്ധപ്പെട്ട് കുറേയേറെ കമാൻഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കമാൻഡുകൾ കാണാൻ സാധിക്കും. ഓക്കെ,
ഇത്രയും കമാൻഡുകളൊന്നും നമ്മളിപ്പം ഉപയോഗിക്കുന്നില്ല. നമുക്ക് പ്രധാനമായിട്ട് 1-2 കമാൻഡുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലിയർ ഡിസ്പ്ലേ സ്ക്രീൻ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ ഓൾറെഡി ഈ LCD ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ആകുന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ മുഴുവൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി 0x01 ഹെക്സ് കോഡാണ് 01 എന്ന് പറയുന്ന ഡാറ്റ കമാൻഡ് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ 0x01 എന്ന് പറയുന്ന ഇത് നമ്മളിപ്പോൾ ഇവിടെ പോർട്ട് സിയിലേക്ക് അല്ലെങ്കിൽ LCDയുടെ ഡാറ്റ പോർട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള മെത്തേഡുകളാണ് നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ക്ലിയർ ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ട്, അതുപോലെ ഡിസ്പ്ലേ ഓൺ കഴ്സർ ഓഫ്. ഇപ്പം 0x0C കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ കഴ്സർ ഓഫ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ അങ്ങനെ ഇതിൽ കൊടുത്തിരിക്കുന്ന, ഇപ്പോൾ ഇതിൽ കൂടുതൽ കമാൻഡ് ഉണ്ട് ഇതിൽ. പക്ഷേ നമുക്ക് ഇതിലുള്ള എല്ലാ കമാൻഡുകളിനെ കുറിച്ചും ഇപ്പോൾ ഒന്നും നോക്കേണ്ടതില്ല. നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ബിഗിനിങ് എന്ന രീതിയിൽ നമുക്കൊരു 3-4-5 കമാൻഡ് കോഡുകൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന കമാൻഡുകൾ, ഫസ്റ്റ് ഒന്ന് നമുക്ക് LCD ക്ലിയർ ചെയ്യാനുള്ള കമാൻഡ് വേണം. അത് നമ്മൾ ഇവിടെ കൊടുക്കാം. ഡിഫൈൻ LCD ക്ലിയർ, LCD_clear എന്ന് പറയുന്ന കമാൻഡ്. അത് നമ്മൾ മുമ്പേ കണ്ടു, 0x01 എന്ന് പറയുന്ന കമാൻഡാണ്. 01 എന്ന് പറയുന്ന ഹെക്സ് കോഡ്. ഓക്കെ, ഡിഫൈൻ. അടുത്തത് നമ്മൾ വേണ്ടത് LCD ഇൻക്രിമെന്റ് കഴ്സർ എന്ന് പറയുന്ന കമാൻഡാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമ്മൾ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാരക്ടറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് LCD മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്തു, അതിനുശേഷം നമ്മൾ വീണ്ടും വേറെ കമാൻഡ് ഒന്നും കൊടുക്കാതെ തന്നെ അടുത്ത ക്യാരക്ടർ എൻ്റർ ചെയ്യാനായിട്ട് ആ LCD തയ്യാറായിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നതാണ് 0x06 5 അല്ല 6 എന്ന് പറയുന്ന കമാൻഡ്. അത് നമുക്കിവിടെ കൊടുക്കാം. ഇനി അടുത്തത് ഡിഫൈൻ LCD ഡിസ്പ്ലേ ഓൺ കഴ്സർ ഓഫ് എന്ന് പറയുന്ന ഇത് നമുക്ക് വേണം. LCD_display on cursor off. അതെന്ന് പറയുന്ന ആ ഒരു കമാൻഡ് നമുക്കിപ്പം ഇവിടെ ആവശ്യമുണ്ട്. അത് 0x0C എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഈ കമാൻഡ് കോഡുകളെല്ലാം ഹെക്സാഡെസിമലിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കമാൻഡ് ആവശ്യമാണ്. ഇനി വേണ്ടത് ഡിഫൈൻ, നമുക്ക് ഇതിനെ ഫസ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളത് കമാൻഡ് ഉണ്ട്. അതാണ് 0x80. ഒരു ലൈനിലെ, ഇപ്പം ഒരു ലൈനിലെ ആദ്യത്തെ പൊസിഷനിലേക്ക് LCDയുടെ കഴ്സർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിൽ നിന്നാണ് ഈ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പം 0th ഏറ്റവും ഇടത് സൈഡിൽ നിന്നാണെങ്കിൽ അതിനാണ് നമ്മൾ 0th പൊസിഷൻ എന്ന് പറയുക. അപ്പോൾ ആ 0th പൊസിഷനിൽ നിന്നാണ് നമ്മൾ ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ 0x80 എന്ന് പറയുന്ന കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ 8-bit മോഡിലോട്ടാക്കുന്നതിനുള്ള കമാൻഡ്. അതെന്താണെന്ന് ഞാൻ പറയാം. LCD_ നമുക്കതിനെ 8-bit മോഡ്. ഓക്കെ, അപ്പോൾ അതിന് 8-bit മോഡ്, അത് 0x38 ആണ്. ഓക്കെ, ഈ LCD ഡിസ്പ്ലേയെ നമുക്ക് 2 രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. 8-bit മോഡിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും, 4-bit മോഡിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഈ 8-bit മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നമ്മുടെ സർക്യൂട്ടിൽ
നമുക്ക് ഇവിടെ D0 മുതൽ D7 വരെയുള്ള പിന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെക്ക് ഡാറ്റയോ കമാൻഡ് കോഡുകളോ കൊടുക്കുന്നത്. ഇത് അങ്ങനെ D0 മുതൽ D7 വരെയുള്ള പിന്നുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 8 ബിറ്റ് മോഡാണ്. കാരണം 8 പിന്നുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ ഡാറ്റയും കമാൻഡും കൊടുക്കുന്നതിന് വേണ്ടി. അതേസമയം ഇതിലെ 4 പിന്നുകൾ മാത്രം D4 മുതൽ D7 വരെയുള്ള പിന്നുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ 8 ബിറ്റ് ഡാറ്റയാണ് കൊടുക്കുന്നത്. അപ്പോൾ ലോവർ നിബിളിൽ നിന്നും അപ്പർ നിബിളിൽ നിന്നും നമുക്ക് ഈ 8 ബിറ്റിനെ തിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിബിൾസ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 4 ബിറ്റ് മോഡിൽ അപ്പോൾ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈക്രോ കൺട്രോളറിൻ്റെ 8 പിന്നുകളും ഈ ഡാറ്റയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇതിലെ 4 പിന്നുകൾ നമുക്ക് മറ്റെന്തെങ്കിലും സെൻസറുകളോ മറ്റോ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ 4 ബിറ്റ് മോഡിലും നമുക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ നിലവിൽ ചെയ്യുന്നത് 8 ബിറ്റ് മോഡിലാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല. നമ്മൾ ഈ ലാബിൽ ചെയ്യുന്നത് 8 ബിറ്റ് മോഡിലാണ്. അപ്പോൾ ആ 8 ബിറ്റ് മോഡിലേക്ക് ആക്കുന്നതിന് വേണ്ടിയാണ് 0x38 എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യണം നമ്മൾ LCD ഡിസ്പ്ലേയെ ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കമാൻഡുകളാണ് നമ്മൾ ഇപ്പം നിലവിൽ നമ്മളുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ LCD കമാൻഡ് കോഡ്സ് ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഈ LCD കമാൻഡ് കോഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു 5 ഇത്രയും നമുക്ക് നിലവിൽ നമുക്കിവിടെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കമാൻഡ് കൊടുക്കണം. അപ്പം നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് നമുക്ക് ആ കമാൻഡുകളും കാര്യങ്ങളും ഒക്കെ ഈ LCD ഡിസ്പ്ലേയിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കമാൻഡ് എങ്ങനെ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി കമാൻഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ഫങ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി void LCD _ കമാൻഡ് എന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെക്ക് നമ്മൾ ആ കമാൻഡ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് കൊടുക്കണം. അതാണ് അൺസൈൻഡ് ക്യാരക്ടർ. അപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ആ കമാൻഡിനെ ഇതിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഈ ക്യാരക്ടർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു 8 ബിറ്റ് ഡാറ്റയാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ക്യാരക്ടർ 8 ബിറ്റ് ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന കമാൻഡും ഡാറ്റയും എല്ലാം 8 ബിറ്റ് ആണല്ലോ. അപ്പോൾ ആ 8 ബിറ്റ് ഡാറ്റ നമ്മളിവിടെ കൊടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഒരു LCD _ കമാൻഡ് എന്ന പേരിലൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കമാൻഡ് LCDക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അൺസൈൻഡ് ക്യാർ എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് അൺസൈൻഡ് ക്യാർ ഒരു വേരിയബിളും കൂടെ കൊടുക്കണം. നമുക്ക് ആ കോഡിന് C എന്ന് കൊടുക്കാം. അപ്പോൾ ഈ C എന്ന് പറയുന്നത് അല്ലെങ്കിൽ LCD കമാൻഡ് 0x01 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ LCD ക്ലിയർ ആവും. ആ രീതിയിലാണ് നമ്മളിവിടെ കോഡ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വരുന്ന ഈ സിയിൽ വരുന്നത് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ കമാൻഡ് ആയിരിക്കും. ആ വാല്യൂ നമ്മൾ ആദ്യം നമ്മുടെ LCDയുടെ ഡാറ്റ പോർട്ടിലേക്ക് കൊടുക്കുക. ഓക്കെ, LCDയുടെ ഡാറ്റ പോർട്ട് എന്ന് പറയുന്നത് LCD _ ഡാറ്റ പോർട്ട്. ഈ LCD ഡാറ്റ പോർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതാണ് പോർട്ട് C. പോർട്ട് സിയിലേക്കാണല്ലോ D0 മുതൽ D7 വരെയുള്ള പിന്നുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമാൻഡ് എന്തോ ആ വാല്യൂ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ C ഈ കമാൻഡ് കോഡ് ഇവിടെ വരും. ആ C നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ അത് LCD ഡാറ്റ പോർട്ടിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ രജിസ്റ്റർ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ 3 പിന്നുകളുണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ സെലക്ട് ചെയ്യണം. ഏതാ? ഇതിൻ്റെ ഉള്ളിലെ കമാൻഡ് രജിസ്റ്ററാണ് സെലക്ട് ചെയ്യേണ്ടത്. കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 0 വരുത്തേണ്ടത്. അപ്പം ഈ RS എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ PD0 എന്ന് പറയുന്ന പിന്നിലേക്കാണ്. RS PD0 എന്ന് പറയുന്ന പിന്നിലേക്കാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ PD0 പിന്നിനെ നമ്മളിപ്പോൾ വിളിക്കുന്ന പേരെന്താ? LCD RS പിൻ എന്നുള്ളതാണ്. ഈ LCD RS പിന്നിനെ നമ്മൾ ക്ലിയർ ചെയ്യണം. അവിടെ 0 ആക്കിയെങ്കിൽ മാത്രമേ അപ്പോൾ അവിടെ കമാൻഡായിട്ട് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ ഈ LCD RS പിൻ എന്ന് പറയുന്നത് PD0 എന്ന് പറയുന്ന ബിറ്റാണ്. PD0 എന്ന് പറയുന്ന ബിറ്റ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? പോർട്ട് ഡിയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ പോർട്ട് ഡിക്ക് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പേരിനാണ് നമ്മളിവിടെ പോർട്ട് C നമ്മളിവിടെ മാറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. LCD RS പിൻ പോർട്ട് എന്ന് പറയുന്നത് DDRC അല്ല, ഇവിടെ പോർട്ട് C എന്നാണ് വേണ്ടത്.
കോപ്പി ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. പോർട്ട് ഡി എന്നാണ് വേണ്ടത്. DDRCL നമ്മളിവിടെ പോർട്ട് ഡി എന്നാണ് വേണ്ടത്. ഇവിടെ പോർട്ട് ഡി. പോർട്ട് ഡി എന്നാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ RS പിന്ന് PD0, PD1, PD2, ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റേഴ്സ്, പിന്നെ പോർട്ട് ഡി. ഇപ്പോൾ ഈ പോർട്ട് ഡിക്ക് നമ്മളിപ്പം വിളിക്കുന്ന പേര് LCD RS പിൻ പോർട്ടാണ്. അപ്പോൾ LCD RS പിൻ പോർട്ടിലെ LCD RS പിൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 0 ആക്കണം. അപ്പോൾ അത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പം നമുക്ക് അത് എഴുതി കൊടുക്കുന്നതിന് ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളതെല്ലാം നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ബിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്താൽ മതി. ക്ലിയർ ബിറ്റ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? LCD RS പിന്നുമായി ബന്ധപ്പെട്ട പോർട്ട് അതിലെ LCD RS പിന്നിനെ നമ്മൾ ക്ലിയർ ചെയ്യണം. LCD_RS_ പിൻ അത് നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ അത് ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റി? അവിടെ കമാൻഡ് രജിസ്റ്റർ അപ്പം സെലക്ട് ആവും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് സെലക്ട് കമാൻഡ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കമാൻഡ് രജിസ്റ്ററിനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പം ഇവിടെ RS പിന്ന് 0 ആക്കി കഴിയുമ്പോൾ കമാൻഡ് രജിസ്റ്റർ സെലക്ട് ആയി. ഇനി RW പിൻ ഇതിൻ്റെക്ക് റീഡ് ചെയ്യുവാണോ റൈറ്റ് ചെയ്യുവാണോ? അപ്പോൾ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 0 കൊടുക്കണം. റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 1 കൊടുക്കണം. ഇത് നമ്മൾ ഈ കമാൻഡ് LCDക്ക് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പിന്നും നമ്മളിവിടെ 0 ആക്കണം. ഓക്കെ, RW എന്ന് പറയുന്ന പിന്ന്. അപ്പോൾ അതും നമുക്ക് അവിടെ ക്ലിയർ ബിറ്റ് എന്ന് കൊടുക്കാം. ക്ലിയർ ബിറ്റ്. അപ്പോൾ ഏത് പിന്നാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്? RW പിന്നാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ LCD RW പിൻ പോർട്ട്, ആ പിൻ പോർട്ടിലെ LCD_RW പിൻ. ഓക്കെ, അത് നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ബിറ്റ്. അപ്പം ഇത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ എന്നാ ചെയ്യുന്നത്? എന്താ സംഭവിക്കുക അവിടെ? റൈറ്റ് ടു LCD രജിസ്റ്റർ. ഇത് സംഭവിക്കുമ്പം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും LCD അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യാനുള്ള പാകത്തിലേക്കാവും. ഓക്കെ, അപ്പം നമ്മൾ കമാൻഡ് രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മീനിങ് ആണ് ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കമാൻഡ് എന്നുള്ളത് ഇപ്പം LCD ഡാറ്റ പോർട്ട് =C എന്ന് പറഞ്ഞു കൊടുത്തല്ലോ. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? സിയിലുള്ള വാല്യൂ ഇപ്പോൾ LCDയുടെ ഡാറ്റ പോർട്ടിൽ ചെന്ന് നിൽക്കുക. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇത് എങ്ങോട്ട് കയറണം? കമാൻഡ് രജിസ്റ്ററിലേക്കാണ് ആ ഡാറ്റ ചെന്ന് കയറേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കമാൻഡ് രജിസ്റ്റർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്ന പിന്നെ ഇവിടെ 0 ആക്കി. കൂടാതെ അത് കമാൻഡ് രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ RW പിൻ എന്നുള്ളതും നമ്മൾ 0 ആക്കി വെച്ചു, അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എനേബിൾ പിന്നിനെ ടോഗിൾ ചെയ്യണം. ഓക്കെ, അപ്പം ടോഗിൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആദ്യം എനേബിൾ പിന്നിനെ ഒരു ഹൈയിലേക്ക് ആക്കണം. പിന്നീട് ഒരു 10 മില്ലി സെക്കൻഡ് കഴിഞ്ഞേച്ച് എനേബിൾ പിന്നിനെ ലോയിലേക്ക് ആക്കുക. വീണ്ടും ഒരു 10 മില്ലി സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതാണ് ടോഗിളിങ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എനേബിൾ പിന്നിനെ നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ബിറ്റ് എന്നിങ്ങനെ കൊടുക്കുന്നു. LCD_enable പിൻ പോർട്ട് അവിടെ വന്നു. അത് നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഇനി LCD എനേബിൾ പിൻ പോർട്ടിലെ LCD പിന്നിനെ നമ്മൾ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അത് നമ്മളിവിടെ കൊടുക്കണം. LCD_E_പിൻ. ഓക്കെ, അപ്പോൾ ആ പർട്ടിക്കുലർ എന്ന് പറയുന്ന എനേബിൾ പിൻ കൊടുത്തിരിക്കുന്ന പോർട്ടിലെ എനേബിൾ പിൻ കൊടുത്തിരിക്കുന്ന ആ ബിറ്റ് നമ്മളിവിടെ സെറ്റാക്കി. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ ഒരു ഡിലേ വിളിക്കാം. അതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 10 മില്ലി സെക്കൻഡ് ഡിലേ ആണ് ഞാനിവിടെ വിളിക്കുന്നത്. ഓക്കെ, പൊതുവേ ഒരു 1 മില്ലി സെക്കൻഡ് ഒക്കെ വിളിച്ചാലും മതി. 1 മില്ലി സെക്കൻഡ് ഈ സെറ്റ് ചെയ്തിട്ട് 1 മൈക്രോ സെക്കൻഡ് മുതൽ ഒരു 10 മൈക്രോ സെക്കൻഡ് അങ്ങനെ ചെറിയ ഡിലേയും ഇവിടെ വിളിക്കാൻ സാധിക്കും. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു 10 മില്ലി സെക്കൻഡ് ഡിലേ വിളിച്ചു എന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സെക്കൻഡിലുള്ള ഡിലേ മതിയാവും. ഓൺ ആയി കഴിഞ്ഞ് പിന്നെ ഓഫ് ആയി കഴിഞ്ഞ് നമ്മളൊരു മില്ലി സെക്കൻഡിലുള്ള ഡിലേ, അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 3 മൈക്രോ സെക്കൻഡാണ് ഓൺ ആയിരിക്കാൻ വേണ്ടത് എന്നാണ്. അത് ഒരു ഏകദേശ ധാരണ. പക്ഷേ പൊതുവേ ഒരു 10 മില്ലി സെക്കൻഡ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അത് വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിയർ ബിറ്റ് ഇനി കൊടുക്കാം. ക്ലിയർ ബിറ്റ് ഏതാ ക്ലിയർ ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ കോപ്പി ചെയ്തിങ്ങനെ എടുക്കാം. ഇതിവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്ലിയർ ബിറ്റ് കൊടുത്തു. അപ്പോൾ ക്ലിയർ ബിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഒരു എന്താ പറയുക, ഇത് ഹൈ ആയി ആദ്യം 10 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്തു, പിന്നെ ലോ ആയി, വീണ്ടും നമുക്കൊരു 10 മില്ലി സെക്കൻഡ് കൊടുക്കാം. ചെറിയ ഒരു മില്ലി സെക്കൻഡിലുള്ള ഡിലേ ഇവിടെ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കമാൻഡ് കൊടുക്കുന്നതിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കമാൻഡ് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ കമാൻഡ് ഇപ്പോൾ 0x01 എന്ന് പറയുന്ന കമാൻഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ആ പോർട്ട് സിയിലേക്ക്, ഇപ്പോൾ LCD ഡാറ്റ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് സി ആണല്ലോ, അതിലേക്ക് കൊടുത്തു. അതിനുശേഷം RS പിൻ സെലക്ട് കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യുന്നു, 0 ആക്കി. RS പിന്ന് 0 ആക്കിയിട്ട് കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യുന്നു. പിന്നെ LCDയിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി RW പിന്നിനെയും നമ്മൾ 0 ആക്കി. പിന്നെ നമ്മൾ നമ്മുടെ എനേബിൾ പിന്നിനെ ഒന്ന് ടോഗിൾ ചെയ്തു. ഓക്കെ, അത്രയാണ് നമ്മളിവിടെ ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഉപയോഗിച്ചത്. ഇതിപ്പം കമാൻഡ് കൊടുക്കാനാണ്. ഇനി ഡാറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡാറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് തന്നെ കമാൻഡ് രജിസ്റ്ററിന് പകരം ഇവിടെ നമ്മൾ ഡാറ്റ രജിസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ കൊടുക്കാം. ഡാറ്റ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ തന്നെ ഇങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. കൺട്രോൾ V. ഈ കമാൻഡിന് പകരം നമുക്ക് LCD ഡാറ്റ എന്ന് കൊടുക്കാം. ഡാറ്റ PRC എന്ന് പറയുന്നതിന് പകരം ഡാറ്റയാണെന്ന് വെച്ചാൽ നമുക്ക് D എന്ന് കൊടുക്കാം. ഇപ്പം ഈ സിക്ക് പകരം ഇവിടെ അന്നേരം D കൊടുക്കണം. ഇപ്പം ഡാറ്റയാണ് അങ്ങോട്ട് ചെന്നത്. അപ്പം ഡാറ്റ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അന്നേരം ഏതാ ഡാറ്റ രജിസ്റ്റർ, ഇവിടെ കമാൻഡ് രജിസ്റ്റർ അല്ല വേണ്ടത്, നമുക്കിവിടെ ഡാറ്റ രജിസ്റ്റർ ആണ് വേണ്ടത്. ഡാറ്റ രജിസ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ RS പിന്നെ നമ്മൾ ഹൈ ആക്കുവാണ്. അപ്പോൾ ഇവിടെ ക്ലിയർ എന്നല്ല വേണ്ടത്, നമ്മളിവിടെ സെറ്റ് ബിറ്റ് എന്ന് എഴുതി കൊടുക്കണം. ഇവിടെ സെറ്റ് ബിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ കമാൻഡ് രജിസ്റ്റർ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഡാറ്റ രജിസ്റ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഡാറ്റ രജിസ്റ്റർ നമ്മളവിടെ എനേബിൾ ചെയ്തു. ഓക്കെ, ഇനി LCD RW പിൻ, ഇതിൽ നമ്മൾ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ടതില്ല. കാരണം ഡാറ്റയും നമ്മൾ ആ LCDക്ക് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ LCDക്ക് ഉള്ളിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലിയർ ബിറ്റ് എന്നുള്ളത് തന്നെ മതി, RW പിൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു LCD രജിസ്റ്റർ, ഇവിടെ നമ്മൾ ഡാറ്റയാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. മുമ്പ് നമ്മൾ കമാൻഡ് കൊടുത്തു. പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ എനേബിൾ പിന്നെ നമ്മൾ ടോഗിൾ ചെയ്യണം. അത് ഇങ്ങനെ തന്നെ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമാൻഡ് കൊടുക്കാനും ഡാറ്റ കൊടുക്കാനുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഫങ്ഷൻസ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോർട്ട് സിയെയും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പോർട്ടിനെയൊക്കെ നമ്മൾ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിൽ വാല്യൂ ഒക്കെ കൊടുത്ത് നമ്മൾ അതിനെ ഔട്ട്പുട്ട് പോർട്ടൊക്കെ ആക്കി മാറ്റണമല്ലോ. അതാണ് ഇനിഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ഫംഗ്ഷൻ അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ void LCD_init. അതും പ്രത്യേകിച്ച് അതിലേക്ക് പാരാമീറ്റേഴ്സ് ഒന്നും ആർഗ്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി void എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ LCD init എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിലെ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കത് ആദ്യം നമ്മുടെ ഡാറ്റ DDR LCDയുടെ ഡാറ്റ കൊടുക്കുന്ന പോർട്ട് സിയിലേക്കാണ്. അതിനെ ആദ്യം നമുക്ക് ഔട്ട്പുട്ടാക്കി മാറ്റാം. അപ്പോൾ LCD_data_DDR ആ രജിസ്റ്ററിനെ നമുക്ക് ഔട്ട്പുട്ടാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിലേക്ക്
നമ്മൾ 1 കൊടുത്തിട്ടുണ്ടെങ്കിലാണെങ്കിൽ ആണ് അത് ഔട്ട്പുട്ട് ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാം 1 അങ്ങ് കൊടുക്കാം. അപ്പോൾ അത് 8 പിന്നോട്ടല്ല. അപ്പോൾ 0xFF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോർട്ട് സി ഇപ്പം എല്ലാ ഔട്ട്പുട്ട് പിന്നുകളായിട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് ഓരോ പിന്നുകളായിട്ട് നമുക്കിനി RS RW പിന്നുകൾ അവയെല്ലാം നമുക്ക് ഔട്ട്പുട്ട് പിന്നാക്കണം. അതുമായി ബന്ധപ്പെട്ട DDR ബിറ്റുകളെല്ലാം. അപ്പോൾ അതിന് നമ്മൾ സെറ്റ് ബിറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പം LCD _RS _pin _DDR. അപ്പോൾ അത് നമ്മൾ ഏത് പിന്നാണെന്നുള്ളതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളിതെല്ലാം ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. അതിനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഏത് പിന്നാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? LCD RS പിൻ എന്ന് തന്നെ അവിടെ കൊടുത്താൽ മതി. LCD _RS _pin. അപ്പോൾ LCD RS പിൻ DDR. LCD RS പിൻ എന്ന് പറയുന്ന DDR ബിറ്റ് നമ്മൾ LCD RS പിൻ എന്ന് പറഞ്ഞാൽ ആ പിന്നിൻ്റെ പൊസിഷൻ ഉപയോഗിച്ച് നമ്മളതിനെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇനി ഇത് കോപ്പി ചെയ്യാം. കാരണം ഇതെല്ലാം ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് നമുക്കത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കൺട്രോൾ V. ഇപ്പോൾ ഈ RS പിൻ എന്ന് പറയുന്നതിന് പകരം RW പിൻ. ഇത് RW പിന്നാണ് അവിടെ നമ്മൾ ഔട്ട്പുട്ട് ആക്കേണ്ടത്. ഇത് ഇവിടെ എന്ന് പറയുന്നത് E ആയിരിക്കണം. ഇതെന്ന് പറയുന്നത് ഈ പിൻ ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കമാൻഡുകൾ കൊടുക്കണം. കമാൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കമാൻഡുകളും ഈ ഒരു ഇനിറ്റ് ഫംഗ്ഷനുള്ളിലായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ LCD ഒരു 8 ബിറ്റ് മോഡിലുള്ള LCD ആയിട്ട് സെറ്റ് ചെയ്യാം. അതിനുള്ള കമാൻഡാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ മുകളിൽ കമാൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തായിരുന്നല്ലോ. ഈ കമാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇനിറ്റ് ഫംഗ്ഷനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. ആ കമാൻഡ് നമ്മളവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് കൊടുക്കാം. LCD _കമാൻഡ്. ഓക്കെ, അപ്പോൾ ഏത് കമാൻഡാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിന് 8 ബിറ്റ് മോഡിലേക്ക് മാറ്റാനുള്ള കമാൻഡ് LCD _ ഇപ്പം 8 ബിറ്റ് മോഡ്. അപ്പം നമ്മളിവിടെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരും. അപ്പം നമ്മൾ ടാബ് അടിച്ച് കഴിയുമ്പം ഇതിങ്ങനെ വരും. LCD _ 8 ബിറ്റ് മോഡ്. അപ്പോൾ 8 ബിറ്റ് മോഡിലുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് നമ്മളതിനെ സെറ്റ് ചെയ്തു. ഇനി അടുത്ത കമാൻഡ് കൊടുക്കാം. LCD കമാൻഡ്. അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴ്സറിനെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരാനുള്ള കമാൻഡ് കൊടുക്കാം. LCD _ കഴ്സർ ഫസ്റ്റ് ലൈൻ എന്നുള്ള ഈ ഒരു ഇത് കൊടുക്കുന്നു. അപ്പം അതിന് 8 ബിറ്റ് മോഡിലേക്ക് സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കഴ്സർ എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങണം ഡിസ്പ്ലേ എന്നുള്ളത്, ഏത് പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേ തുടങ്ങണം എന്നുള്ളത് നിശ്ചയിക്കുന്നതാണ് ഈ കമാൻഡ്. അത് നമ്മൾ കൊടുക്കുന്നു. അത് ഏറ്റവും ഇടത്തെ സൈഡിൽ എന്നുള്ള അർത്ഥമാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പം കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനുള്ളിൽ LCD _ കമാൻഡ് ഇനി ഡിസ്പ്ലേ ഓൺ ചെയ്യാനുള്ള കമാൻഡ് ഡിസ്പ്ലേ ഓൺ കഴ്സർ ഓഫ്. ഓക്കെ, ഈ ഡിസ്പ്ലേ ഓൺ കഴ്സർ ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബ്ലിങ്ക് ചെയ്യുന്ന കഴ്സർ ഉണ്ടാവില്ല. നമുക്ക് ഡാറ്റ നമ്മൾ എന്താണോ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കുന്നത് ആ ഡിസ്പ്ലേ ചെയ്യുന്നത് അവിടെ അങ്ങനെ തന്നെ ഡിസ്പ്ലേ ആയി വരും. പക്ഷേ ഇതിപ്പം നമുക്കറിയാം, ഇതിപ്പം ഇവിടെ ആണെങ്കിലും ഇപ്പം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലിങ്കിങ് കഴ്സർ കാണാൻ പറ്റും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പൊതുവേ ഇത് വേണമെങ്കിൽ നമുക്ക് അതിനുള്ള കമാൻഡ് കൊടുത്താൽ കഴ്സർ ഓൺ ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലിങ്കിങ് കഴ്സർ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഈ കാണുന്ന നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്ന ഈ ബ്ലിങ്കിങ് കഴ്സർ ഉണ്ടല്ലോ, അത് ഡിസ്പ്ലേയിലും LCD ഡിസ്പ്ലേയിലും കൊടുക്കാൻ പറ്റും. പക്ഷേ അത് നമ്മളിവിടെ അത് ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കമാൻഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ട് ഡിസ്പ്ലേ ഓൺ ചെയ്യുന്നു, കഴ്സർ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അത് രണ്ടുമാണ് അവിടെ സംഭവിക്കുക. അതിന് ഒറ്റ കമാൻഡേ ഉള്ളൂ. ആ കമാൻഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ LCD _ കമാൻഡ് ഇൻക്രിമെൻ്റ് കഴ്സർ എന്നുള്ളതാണ് അടുത്തത്. ഇൻക്രിമെൻ്റ് കഴ്സർ ഈ ഒരു കമാൻഡിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വെച്ചാൽ
അപ്പം നമ്മൾ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി അതിലേക്ക് കൊടുത്തു. ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 8 ബിറ്റ് ഡാറ്റ, അതിൽ 8 ബിറ്റ് ആണല്ലോ, അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്യാരക്ടർ അടുത്ത പൊസിഷനിൽ വേണം നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം. ഇങ്ങനെ ഓരോ ക്യാരക്ടർ വരുന്നതിനനുസരിച്ച് നെക്സ്റ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് LCD ഇൻക്രിമെൻറ്റ് കഴ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് LCDയിൽ നമുക്ക് LCD ഡിസ്പ്ലേ ഒന്ന് ക്ലിയർ ചെയ്യാൻ കൂടെ വേണം. കാരണം അതായിരിക്കണം അതിൻ്റെ അവസാനത്തെ കമാൻഡ്. എല്ലാ കമാൻഡും കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ഏറ്റവും അവസാനത്തെ കമാൻഡ് എന്ന് പറയുന്നത് ഈ ക്ലിയർ ചെയ്യാനുള്ള കമാൻഡായിരിക്കണം. കാരണം LCD ക്ലിയർ എന്ന് പറയുന്ന കമാൻഡും കൊടുത്തു. കാരണം എന്തെങ്കിലുമൊക്കെ ഈ LCD ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് LCD ക്ലിയർ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ അതിൻ്റെ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റേഴ്സിനെ മുഴുവൻ സെറ്റ് ചെയ്തു. കൂടാതെ ഒരു ഇനിഷ്യലൈസേഷൻ കമാൻഡുകളെല്ലാം കൂടെ കൊടുത്തു. ഒരു 5 കമാൻഡുകൾ. ഈ ഇത്രയും കമാൻഡുകൾ നമുക്ക് മതി. പക്ഷേ കുറേയേറെ കമാൻഡുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നമുക്ക് മിനിമം വേണ്ട കമാൻഡുകൾ മാത്രമേ ഞാനിതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ കോഡിലേക്ക് കടക്കാം. അപ്പം കോഡിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ LCDയെ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഫംഗ്ഷനെ അങ്ങോട്ട് വിളിക്കാം. LCD_init എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കിവിടെ ആദ്യമേ കൊടുക്കാം. അത് LCD_init കൊടുത്തു. ഓക്കെ, ഇപ്പോൾ LCDയെ ഇനിഷ്യലൈസ് ചെയ്തു. ഇനിഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? എല്ലാ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററും ഔട്ട്പുട്ട് പിന്നുകളെല്ലാം നമ്മൾ ഔട്ട്പുട്ട് പിന്നാക്കി മാറ്റി. കൂടാതെ ഇനിഷ്യലൈസേഷൻ കമാൻഡുകളെല്ലാം കൊടുത്തു. 8 ബിറ്റ് മോഡ്, കഴ്സർ ഫസ്റ്റ് ലൈന്, ഡിസ്പ്ലേ ഓൺ കഴ്സർ ഓഫ്, ഇൻക്രിമെൻറ്റ് കഴ്സർ, LCD ക്ലിയർ, ഇങ്ങനെ ഈ 5 കമാൻഡുകളും നമ്മൾ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ LCD ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും LCD എന്ത് ഡാറ്റ കൊടുത്താലും എന്താ പറയുക, ഡിസ്പ്ലേ ആകും എന്ന പരുവത്തിലായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ടത്, നമുക്കൊരു സ്ട്രിങ് ആണ് ഇതിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമുക്ക് കൊടുക്കണം. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അറേ എന്ന് വിചാരിച്ചാൽ മതി. ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഉള്ള ഹലോ എന്ന് പറയുമ്പോൾ H ഉണ്ട്, E ഉണ്ട്, L ഉണ്ട്, O ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അക്ഷരങ്ങളുള്ള ഒരു കൂട്ടത്തെ, അക്ഷരങ്ങളുടെ ഒരു കൂട്ടത്തെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അറേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മറ്റൊരു ഫംഗ്ഷനും കൂടെ നമുക്ക് ഇതിനുള്ളിൽ എഴുതി കൊടുക്കാം. അതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ഒരു കമാൻഡ്, ഒരു ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാം. void LCD_display_string എന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്ട്രിങ് എന്ന് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മളൊരു സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പോയിന്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. കോൺസ്റ്റ് ക്യാർ str എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, ഒരു എന്താ പറയുക, ഒരു പോയിൻ്ററുണ്ട്. ഇതൊരു ക്യാരക്ടർ പോയിൻ്ററാണ്. ഈ പോയിൻ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണോ എൻ്റർ ചെയ്യാനുള്ള അതിൻ്റെ ഒരു അറയെ, ഒരു ക്യാരക്ടർ അറയെ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, അത് ആക്സസ് ചെയ്യുന്നതിന്, ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോയിൻ്റർ വേരിയബിൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഒരു ലൂപ്പിലേക്ക് കൊടുക്കുകയാണ്. വൈല് str. ഈ str എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടർ ഉണ്ടോ അത്രയും ക്യാരക്ടറിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കേണ്ടി വരുമല്ലോ. അപ്പം ഇതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡാറ്റയുണ്ടോ? ഇപ്പോൾ സ്റ്റാർ ഇട്ടേക്കുന്നതുകൊണ്ട് STR എന്ന് ചുമ്മാ എഴുതിയ അഡ്രസ്സ് ആയിരിക്കും വരിക. STR എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സിനുള്ളിലെ വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ അതിനുള്ളിലുണ്ട് എങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യൂ. അത് ക്യാരക്ടർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് അതിന് വരിക. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് LCD ഡാറ്റയാണ് നമ്മൾ ഇത് വരിക. അപ്പോൾ അതിന് LCD_data എന്ന് പറയുന്ന മുമ്പത്തെ കമാൻഡ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ STRന്റെ ഉള്ളിലുള്ള വാല്യൂ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള STRനുള്ള വാല്യൂ, പിന്നെ ഇത് ++ എന്നും കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം ഇപ്പം നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് അഡ്രസ്സ് ഇപ്പം 0th പൊസിഷനിലുള്ള ഡാറ്റയെ ഇങ്ങോട്ട് എടുക്കുന്നു. ആ 0th പൊസിഷനിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്ന് നോക്കുന്നു. ആ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഉടനെ ആ വാല്യൂ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ STR എന്നുള്ളത് ++ ഇട്ടേക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ അല്ലെ 1th പൊസിഷനിലേക്ക് പോകുന്നു. ആ 1th പൊസിഷനിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോകുന്നു. അങ്ങനെ എത്ര ക്യാരക്ടർ ഉണ്ടോ അത്രയും ക്യാരക്ടർ ഈ ഒരു ലൂപ്പിലൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ അതും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്ട്രിങ് നമുക്ക് കൊടുക്കാം. അത് LCD_display string എന്ന് കൊടുക്കുന്നു. നമുക്കിവിടെ ഒരു സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ ഇപ്പം ഒരു തവണ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. തുടർച്ചയായിട്ട് സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ തവണയും മാറുന്നില്ലല്ലോ, ഒരേ സ്ട്രിങ് ആയതുകൊണ്ട് ഒറ്റ തവണ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഈ while 1 എന്ന് പറയുന്നത് ഇവിടെ വെച്ച് പാരാന്തസിസ് ഇട്ടാലും കുഴപ്പമില്ല. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സെമിക്കോളൻ ഇട്ട് ഇവിടെ അങ്ങ് നിർത്തിയേക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡിസ്പ്ലേ ഇൻ്റർഫേസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് പ്രോഗ്രാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെ കമ്പയർ ചെയ്യാം. ഞാൻ F7 പ്രസ് ചെയ്യുന്നു. എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, എററൊന്നുമില്ല, കമ്പൈലർ എറേഴ്സ് ഒന്നുമില്ല. നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുത്ത് ഇനി ലോജിക്കൽ എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സിമുലേറ്റ് ചെയ്ത് നോക്കുക. 1 സക്സീഡഡ് എന്ന് നമുക്കിവിടെ വന്നു. ഓക്കെ, കമ്പൈൽ ചെയ്ത് എററൊന്നുമില്ല എന്ന് കാണിച്ചു. സിൻറ്റാക്സ് എറേഴ്സ് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മളുടെ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാം. ഇപ്പം ഇവിടെ നോക്കുക, നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹെക്സ് ഫയൽ LCD_display_interfacing.hex എന്ന് പറയുന്ന പേരിൽ നമുക്കിവിടെ ഒരു ഹെക്സ് ഫയൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ CKSEL ഫ്യൂസസ് മാറ്റി കൊടുക്കണം. നമ്മളിവിടെ 16 MHz ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു, അത് കൊടുക്കണം. ഈ LCD പോലെയുള്ള ഇതൊക്കെ ഇൻ്റർഫേസ് ചെയ്യിക്കുമ്പോൾ എപ്പോഴും ഈ ക്ലോക്ക് ഫ്രീക്വൻസിയെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കണം. കാരണം എങ്ങാനും ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ കൊടുത്തിരിക്കുന്ന അതേ ഫ്രീക്വൻസി തന്നെ നമ്മൾ പ്രോഗ്രാമിലും ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ശരിയായി ഡിസ്പ്ലേ ചെയ്ത് വന്നൊന്നും വരില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ഞാനിപ്പോൾ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഹൈ ഫ്രീക്വൻസി എന്നുള്ള ഇത് ഓപ്ഷൻ സെലക്ട് ചെയ്തു. കൂടാതെ ഇവിടെ ഞാൻ 16 MHz എന്നുള്ള ആ ക്രിസ്റ്റൽ എത്ര അത് ഞാനിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. 16 MHz, 16 കഴിഞ്ഞ് 60. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഹലോ എന്ന് എഴുതി വരും. നോക്കാം, ഇതാ നമുക്കിവിടെ ഹലോ എന്ന് നമുക്കിവിടെ എഴുതി വന്നിരിക്കുന്നു. ഇതാ ഹലോ. അപ്പം നമുക്ക് അതിനകത്ത് ലോജിക്കൽ എററൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം നമുക്കിവിടെ ഹലോ എന്ന് ഇവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ കൊടുക്കാം. ഇപ്പം LCD_display_string ഹലോ എന്നുള്ളതിന് പകരം ഞാനിത് മാറ്റിയിട്ട് എന്താ കൊടുക്കുക, ഹായ് എന്ന് കൊടുത്താൽ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ആയി വരും. അപ്പം സേവ് ചെയ്യുന്നു. വീണ്ടും ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും, ബിൽഡ് ചെയ്യേണ്ടി വരും. ഞാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കേണ്ട. ആ ഫയൽ പാത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഹെക്സ് ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ആയിക്കോളും. ഇനി നമ്മൾ സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഹായ് എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതാ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്കിവിടെ ഡിസ്പ്ലേ ഹായ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു LCD ഡിസ്പ്ലേ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിക് ഐഡിയ എങ്ങനെയാണ് ഒരു LCD ഡിസ്പ്ലേയിലേക്ക് ഇതിലെ കമാൻഡ് കൊടുക്കുന്നത്, രജിസ്റ്റർ സെലക്ട് ചെയ്യുക, അത് കമാൻഡ് രജിസ്റ്റർ
അതുപോലെ ഡാറ്റ രജിസ്റ്റർ, ആ രജിസ്റ്റർ സെലക്ട് ചെയ്യുക. കൂടാതെ ഈ RW പിൻ എന്താണ്, റീഡ് റൈറ്റ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എനേബിൾ പിൻ ടോഗിൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ വരുത്തുക. കൂടാതെ ഈ D0 മുതൽ D7 വരെയുള്ള പിന്നുകൾ ഡാറ്റ പിന്നുകളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡാറ്റയും കമാൻഡും ഇവിടെയാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കമാൻഡാണോ ഡാറ്റയാണോ എന്ന് നിശ്ചയിക്കുന്ന RS എന്ന് പറയുന്ന പിന്ന് വെച്ചിട്ടാണ്. ഇത് റൈറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇതിനുള്ളിലെ ബഫർ രജിസ്റ്റർ നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ RW പിന്നെ 1 ആക്കിയാൽ മതി റീഡ് ചെയ്യാൻ. 0 കൊടുത്താൽ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് 0 ഇതിവിടെ ക്ലിയർ ചെയ്യുന്നു. പിന്നെ ഈ എനേബിൾ പിന്നിനെ ടോഗിൾ ചെയ്യിക്കുക. ടോഗിൾ ചെയ്യിക്കുമ്പോഴാണ് ഇവിടെ എന്ത് കൊടുത്താലും, ഡാറ്റയോ കമാൻഡോ എന്ത് കൊടുത്താലും ഇതിൻ്റെ ഉള്ളിലേക്ക് അത് കയറുക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ എനേബിൾ പിന്നിനെ നമ്മൾ ടോഗിൾ ചെയ്യിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു LCD ഡിസ്പ്ലേയിൽ ഈ VSS, VDD, VE പിന്നെ ഇത്രയും പിന്നുകളും കൂടാതെ ഒരു 2 പിന്നുകളും കൂടെ കാണാറുണ്ട്. അത് എന്ന് പറഞ്ഞാൽ LED പ്ലസും LED മൈനസും ആണ്. ഇതിൻ്റെ ഉള്ളിലെ ബാക്ക് ലൈറ്റ് LEDക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 പിന്നുകളും കൂടെ കാണും. അപ്പോൾ അത് 5 വോൾട്ട് കൊടുക്കാവുന്ന പിന്നുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ പവർ സപ്ലൈയും പൊതുവെ 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈയിലാണ് ഇവ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ക്യാരക്ടർ LCDയുമായി ബന്ധപ്പെട്ടുള്ള സിമുലേഷനുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഈ ഒരു സിമുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.